കമലാസുരയുടെ വീട്ടിൽ അവിടുന്ന് നായർ സമുദായ പ്രകാരം വയറ്റിലിട്ട് കൊണ്ടുവരികയാണ് അമ്മ. വയറ്റിലിട്ട് കൊണ്ടുവരിക പോത്തനൂർക്ക് തവനൂർ പഞ്ചായത്തിലേക്ക്. ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ അമ്മ ഒരു പള്ളി ഉണ്ടാക്കിയിരിക്കുന്നു എൻ്റെ നാട്ടിൽ. അതാണ് പോത്തനൂർ പള്ളി. ഇപ്പോൾ പാണക്കാട് ശിഹാബ്ദങ്ങൾ മരിക്കുന്നതിന് മുമ്പ് 65 ലക്ഷം രൂപ ചിലവഴിച്ച് ആ പള്ളി പുതുക്കി പണിയുന്നു. എന്നോട് പറഞ്ഞു ഹരി വരണം, ഞാൻ വരുന്നുണ്ട്. രണ്ടാമത്തെ പള്ളി ഇന്നത്തെ പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ 20-ാം വാർഡില്ല നെയ്തല്ലൂരിൽ എൻ്റെ അമ്മ രണ്ടാമത്തെ പള്ളി നിർമ്മിച്ചു കൊടുത്തു. അത് കണ്ടു വളർന്നവനാണ് ഞാൻ. ഈ ഉബൈദയുടെ ഹസ്ബൻഡിൻ്റെ ബാപ്പ കുഞ്ഞുമരക്കാർ കെട്ടിച്ച ബെൽറ്റാണ് ഈ കാണുന്നത്. പൊട്ടുമ്പോൾ ബെറ്റർ ബെൽറ്റ് ഒന്നുകിൽ പാണക്കാട്ട് തരും, അല്ലെങ്കിൽ കാന്തപുരം തരും. എന്നെ ചെറുപ്പത്തിൽ പഠിപ്പിച്ച കാര്യങ്ങൾ മറക്കാൻ കഴിയുമോ ഡോക്ടറെ? മറക്കാൻ കഴിയുമോ? 43 കുടുംബങ്ങളെ ചേർത്തുകൊണ്ട് എൻ്റെ അമ്മ ഒരു മഹലുണ്ടാക്കി. ആ മഹലുണ്ടാക്കി അവിടുത്തെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വീട്ടിലെ കൊല്ലായയിൽ വെച്ച് ആശാരിയെ വെച്ച് ഓത്തുപലയുണ്ടാക്കി. ഓത്തുപലക വീരാവുകളുടെയും കാരിസന്മാരുടെയും കയ്യിൽ പുറത്തയച്ചു അമ്മ ഒരു പെട്രോമിക്സ് വെച്ച് കുട്ടികളെ കോൽക്കളി പഠിപ്പിക്കും. എൻ്റെ അമ്മ കാട്ടുകൊടുത്ത് മറ്റേ ഉണ്ടല്ലോ ഗംബൂട്ട് പഠിപ്പിക്കും. എൻ്റെ അമ്മ മരിക്കുന്നത് വരെ വെട്ടും കുത്തുള്ള റാത്തീവ് എൻ്റെ സീൻഡ് വെച്ച് നടന്നിരുന്നു തറവാട്ടിൽ. ഇത് കണ്ടു വളർന്നവനാണ് ഞാൻ. എൻ്റെ എല്ലാമാണ് മുസ്ലിം, ഒരു സംശയമില്ല. ആരും വിചാരിക്കും വേണ്ട. വേണ്ടിയാ, ഈ രാജ്യത്തിന് വേണ്ടിയാ. നിങ്ങൾ മറ്റൊന്നായി ചിന്തിക്കരുത്. നമുക്ക് ഒന്നിച്ചു നിൽക്കണം. ഈ രാജ്യത്തെ ദേശീയ ഐക്യവും ദേശീയ ഭദ്രതയും മതേതരത്വവും ഓരോ ദിവസങ്ങളായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പാർട്ടിയെ സ്നേഹിച്ച് മുഖ്യമന്ത്രിയായി, എല്ലാ മന്ത്രിയായി, കേന്ദ്രമന്ത്രിയായി, ഗവർണറായി പോയ പറയിക്കണം എന്നെ കൊണ്ട് അടുത്ത വാക്ക് ഉൾപ്പെടെ ഇന്നും നാളെയുമായി പാർട്ടിയെ വിട്ടുപോകുന്നു. ഇത് ഞാൻ വായിക്കുമ്പോൾ ഡോക്ടറെ കണ്ണീര് വരില്ലേ, വേദന വരില്ലേ? ഇതാണോ എൻ്റെ രാഷ്ട്രീയം? കൈക്കൂലിക്കാർ ചെണ്ടികൾ കൈക്കൂലിയും വാങ്ങി എല്ലാവരും സമ്മാനിത്രയും ചെയ്ത് പാർട്ടിയുടെ ഉന്നത സ്ഥാനങ്ങളിലെത്തി ചവിട്ടി നീക്കുക. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കടക്കുന്നില്ല. അവിടെ പാർട്ടിയിൽ നിൽക്കാമെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഗാന്ധിജി എന്തിനു വേണ്ടി രാജ്യത്ത് മരിച്ചു വീണോ ആ കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഒന്നിച്ചു നിൽക്കണം. അതായിരിക്കണം ഡോക്ടറെ നമ്മളെടുക്കുന്ന പ്രതിജ്ഞ. നിങ്ങളിൽ ഒരു ചിന്തകളും ഉണ്ടാകരുത്. നിങ്ങൾ ഒന്നിച്ചു പോകണം. ഇതിലൊന്നും സ്ഥാനങ്ങളും കാര്യങ്ങളൊന്നും നോക്കണ്ട. നിങ്ങൾ ഒന്നിച്ചു പോകണം. കേളപ്പള്ളി ഉണ്ടാക്കിയ ഗാന്ധി സാധനം കോഴിക്കോട് നോക്കാനാളില്ല. അത് നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഓരോ സ്ഥാപനങ്ങളും നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങൾ ഒന്നിച്ച് നിൽക്കണമെന്ന പ്രയത്നം എടുത്തുകൊണ്ട് ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് മുമ്പിൽ